നമസ്കാരം. ഇപ്പോൾ തുടർച്ചയായി രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ വയനാടിന്റെ സ്ഥാനാർത്ഥിയാണ്. വർഷങ്ങളായി തങ്ങളുടെ കുടുംബ മണ്ഡലമായ അമേഠി ഉപേക്ഷിച്ച് ഇങ്ങ് വയനാട്ടിലെത്തി. അതും കോൺഗ്രസിന്റെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പുഷ്പം പോലെ ജയിച്ചു കയറുന്ന വയനാട്ടിൽ. എന്തുകൊണ്ടാണ് രാഹുൽ അമേഠി വിട്ടത്? ഒരിക്കലെങ്കിലും ഇത് ചിന്തിക്കാതെ ആരും നമ്മുടെ രാജ്യത്ത് കാണില്ല. തീർച്ചയായും കുടുംബ വാഴ്ച കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ രാഹുലിനെ പറഞ്ഞു വിട്ടതാണെന്ന് ഏതൊരാൾക്കും ചിന്തിച്ചാൽ ഉത്തരം കിട്ടുകയും ചെയ്യും. ഇപ്പോഴിതാ അമേഠിയിലേക്ക് രാഹുലിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ക്ഷണം എത്തിയിരിക്കുന്നു. വരൂ രാഹുൽ അമേഠിയിലേക്ക്. എന്തിനാണ് രാഹുൽ അമേഠി വിട്ടു പോകുന്നതെന്ന് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും സ്വാഭാവിക സംശയമാണ്. അത് തീർക്കാനെങ്കിലും രാഹുൽ അമേഠിയിൽ വന്ന് മത്സരിക്കണം. അമേഠി ഉപേക്ഷിച്ച് വയനാട്ടിൽ പോയി ഒളിച്ചിട്ടാണ് BJPയെ 150 സീറ്റിൽ താഴെ ഒതുക്കുമെന്ന് രാഹുൽ വീമ്പിളക്കുന്നത്. അതെങ്ങനെ ശരിയാകും? അമിത്ഷാ ചോദിച്ചു. ഗാന്ധിനഗറിലെ റോഡ് ഷോയ്ക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ BJP 180 സീറ്റിൽ കൂടുതൽ ജയിക്കില്ലെന്നാണ് രാഹുലിന്റെ സഹോദരി പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോഴെല്ലാം EVM-ന് കുറ്റം പറയുന്നത് കോൺഗ്രസിന്റെ സ്വഭാവമാണ്. അത് ശരിയാണ്. സ്വന്തം കയ്യിലിരിപ്പിന്റെ ഗുണവും മോദി ഭരണത്തിന്റെ നേട്ടവുമാണ് BJPയുടെ ജയമെന്ന് അംഗീകരിക്കാൻ അവർക്ക് മടിയാണ്. ഇത്തവണ അത് തിരഞ്ഞെടുപ്പിന് മുമ്പേ ആയിരുന്നു മാത്രം. അവർ ജയിക്കുന്നിടത്ത് EVM ശരിയാണ്, തോറ്റാൽ കൃത്രിമവും. അതാണ് നിലപാട്. ഇതേ EVM-ൽ വോട്ട് ചെയ്താണ് മുമ്പ് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഇപ്പോൾ തെലങ്കാനയിലും അവർ ജയിച്ചതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. പരാജയ ഭീതി മൂലം പ്രതിപക്ഷ പാർട്ടികൾക്ക് നിലതെറ്റിയിരിക്കുന്നു. അവർ കാങ്കൂറിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. സൈന്യത്തിനെ അധിക്ഷേപിക്കുന്നതിന് അല്പം പോലും സങ്കോചം അവരിൽ ഒരാൾക്ക് പോലും തോന്നുന്നില്ലെന്നത് അതിശയമാണ്. ബംഗാളിൽ മമതയുടെ ദുർഭരണത്തിന് ഈ തെരഞ്ഞെടുപ്പ് മറുപടി നൽകുമെന്ന ചോദ്യത്തിന് ഉത്തരമായി അമിത്ഷാ പറഞ്ഞു. സന്ദേശ് ഗാലിയുടെ സന്ദേശം മനസ്സിലാക്കാൻ മമതയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ബംഗാളിലെ അമ്മമാരും സഹോദരിമാരും അവരെ അതെന്തെന്ന് പഠിപ്പിക്കുക തന്നെ ചെയ്യും, അമിത്ഷാ പറഞ്ഞു. എന്നാൽ നേർവിപരീതമായി ഇന്ത്യ മുന്നണിയിലെ മിത്രങ്ങൾ കേരളത്തിൽ ബദ്ധശത്രുക്കളാണ് എന്നതും കേരളത്തിലെ മാത്രം കാഴ്ചയാണ്. പിണറായിയും രാഹുലും പരസ്പരം താങ്ങുന്ന കാഴ്ച. വേറൊന്നും കൊണ്ടല്ല, കേരളത്തിലെങ്കിലും കാലുറച്ചു നിൽക്കാനുള്ള ഇരുപക്ഷത്തിന്റെയും പോരാട്ടമാണത്.